വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാൻ ഇനിയും 77. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെന്നിരുന്ന് കുറച്ചു നേരം ഡാൻസ് കണ്ട ശേഷം ആദ്യമായി വന്നപ്പോൾ രാത്രി കട്ടൻ ചായ കുടിച്ച ആ തട്ടുകടയിലേക്ക് വിഭ അവരെയെല്ലാം കൊണ്ടുപോയി. അവിടെ വെച്ചാണ് താൻ ആദ്യമായി ഉണ്ണിയേട്ടാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവളുടെ കവിളൊന്ന് തൊടുത്തത് കുസൃതി ചിരിയോടെയാണ് സുദേവ് നോക്കി നിന്നത്. അവിടെ നിന്നും കട്ടൻ ചായയും കുടിച്ചിട്ടാണ് എല്ലാവരും തിരികെ പോന്നത്. അന്ന് ആദ്യമായി അവിടെ വെച്ച് അച്ഛനെ വിഭാമ ഉണ്ണിയേട്ടാന്ന് വിളിച്ചത് അമ്മയെ കണ്ടതിന് ശേഷമാണെന്നറിഞ്ഞതും ശ്രുതിക്കുട്ടിയുടെ മുഖം ഒന്നു മങ്ങി. അത് കണ്ട വിഭയും സുദേവും അവളെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് തിരികെ നടന്നത്. എങ്കിലും തിരികെ ഹോട്ടലിലേക്ക് പോകും വഴി അവിടെയുള്ളൊരു ഫാൻസി കടയിൽ കയറിയതോടെ അവളുടെ ഉത്സാഹം തിരികെ വന്നു. പിറ്റേ ദിവസം ചോറൂണിന്റെ സമയത്ത് ഇടാൻ പറ്റിയ മെറ്റൽ വളകളും കമ്മലും മാലയുമൊക്കെ അവിടെ നിന്നും വാങ്ങിയിട്ടാണ് അവർ ഇറങ്ങിയത്. പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് അവർ ചോറൂണ് നടക്കുന്ന കിഴക്കേ നടയിലുള്ള ഭഗവതി അമ്പലത്തിന് മുന്നിലെത്തി. വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും ചോറൂണിന് നീണ്ട ക്യൂ ആയിരുന്നു. കുട്ടന്മാർ രണ്ടും കുഞ്ഞു മുണ്ടുമുടുത്ത് അച്ഛന്മാരുടെ തോളിലിരുന്ന് തിക്കും തിരക്കും ബഹളവുമൊക്കെ ആസ്വദിക്കുകയായിരുന്നു. സുദേവും ഹരിയും കുഞ്ഞുണ്ണിയെയും കണ്ണനെയും മടിയിലിരുത്തി. അവരോടൊപ്പം വിഭയും ആശ്രയം ഇരുന്നു. ശാന്തിക്കാരൻ ഇലയിട്ട് വിളമ്പിയ ചോറും പായസവും ചെറുകറികളും ആദ്യം അച്ഛനും പിന്നെ അമ്മയും പുറകെ ബാക്കിയുള്ളവരും കുഞ്ഞുങ്ങളുടെ നാവിലേക്ക് തൊട്ടു വെച്ചുകൊടുത്തു. മധുരം വെച്ചുകൊടുത്തപ്പോൾ കുഞ്ഞുങ്ങളുടെ വിരിഞ്ഞ ചിരിയും പുളി നിറഞ്ഞ കറി തൊട്ടുവെച്ചപ്പോഴുള്ള മുഖം ചുളിക്കലും ഗുരുവായൂരമ്പലത്തിലെ ക്യാമറമാൻ പകർത്തിയപ്പോൾ കണ്ടു നിന്നവരുടെ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞ ചിരിയായിരുന്നു. ആശ്രയക്കും വിഭയ്ക്കും കുഞ്ഞുങ്ങൾക്കും കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരവും കൂടി കഴിപ്പിച്ചിട്ടാണ് അവർ തൊഴാൻ നിന്നത്. ചോറൂണ് കഴിഞ്ഞ കുഞ്ഞിനൊപ്പം അച്ഛനും അമ്മയ്ക്കും അകത്തെ ക്യൂവിൽ കൂടി കയറി തൊഴാമെങ്കിലും ബാക്കിയുള്ളവർക്ക് പുറത്തെ വലിയ ക്യൂവിൽ പോയി നിൽക്കണമായിരുന്നു. എങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നത് കൊണ്ട് എല്ലാവർക്കും അകത്തെ ക്യൂവിൽ കൂടി തന്നെ കയറി തൊഴാൻ സാധിച്ചു. തൊഴുതു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ചായയും കുടിച്ച ശേഷം റൂമും വെക്കേറ്റ് ചെയ്തിട്ട് അവർ തിരികെ യാത്ര തിരിച്ചു. 11 മണിയോടെ ആലുവായിലെത്തിയ അവർ നേരെ അഞ്ജനയുടെ വീട്ടിലേക്കാണ് പോയത്. ഹരി വിളിച്ചു പറഞ്ഞിരുന്നത് കൊണ്ട് അഞ്ജനയുടെ വീട്ടുകാർ പെണ്ണ് കാണലിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. അഞ്ജനയുടെ അച്ഛനെയും അമ്മയെയും കൂടാതെ അച്ഛന്റെ അനിയനും കുടുംബവും കൂടി അവിടെ എത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അന്വേഷിച്ച അഞ്ജനയുടെ വീട്ടുകാർ ശ്രാവണിന്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചതും തങ്ങൾ ഗുരുവായൂർ വെച്ചെടുത്ത ഒരു തീരുമാനമായതുകൊണ്ട് വരുന്ന വഴി തന്നെ ഒന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ച് കയറിയതാണെന്നും അച്ഛൻ ഇനിയൊരു ദിവസം വരുമെന്നും ഹരി തന്നെ അവരോട് പറഞ്ഞു. ആദ്യ കാഴ്ചയിലും അല്പനേരത്തെ സംസാരത്തിലും ചെറുക്കനും പെണ്ണിനും പരസ്പരം താല്പര്യം തോന്നിയതുകൊണ്ടും ഇരു വീട്ടുകാർക്കും തൃപ്തിയായതുകൊണ്ടും ബാക്കി കാര്യങ്ങൾ മുന്നോട്ടു നീക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജനയുടെ ജാതകം കൂടി വാങ്ങിയിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. ഗുരുവായൂരിൽ നിന്നും തിരികെ വന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് വിഭയും ആശ്രയയും ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു. അമ്മമാരില്ലാതിരുന്ന ആദ്യ ദിവസം കുഞ്ഞുണ്ണിയും കണ്ണനും കരച്ചിൽ തന്നെയായിരുന്നു. അപ്പച്ചയ്ക്കും കൗസല്യക്കും അന്ന് രണ്ടുപേരെയും എടുത്തുകൊണ്ട് തൊടി മുഴുവൻ നടക്കേണ്ടി വന്നു. എങ്കിലും 2-3 ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾ പുതിയ സാഹചര്യവുമായി ഇണങ്ങി. വൈകുന്നേരം അവർ തിരികെ വരുമ്പോൾ പാല് കുടിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ വെപ്രാളം കാണുമ്പോൾ മാത്രം അമ്മമാർക്ക് സങ്കടം വരും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ ശ്രുതിക്കുട്ടിയുടെ ഡ്യൂട്ടിയാണ് അമ്മമാർ വരുന്നതുവരെ കുഞ്ഞുങ്ങളെ നോക്കുക എന്നത്. രാത്രി കിടക്കുന്നതുവരെ നോക്കുവാൻ അവൾ റെഡിയായിരുന്നെങ്കിലും പഠിക്കാനുള്ളതുകൊണ്ട് വിഭയും ആശ്രയം വന്നാലുടനെ അവരവളെ ഓടിക്കും. അന്നൊരു ദിവസം പതിവ് പോലെ വൈകുന്നേരം ശ്രുതിക്കുട്ടി കുഞ്ഞുണ്ണിയെയും കണ്ണനെയും സെറ്റിയിൽ കിടത്തി കളിപ്പിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞെത്തിയ വിഭയും ആശ്രയയും ഡ്രസ്സ് മാറുന്ന സമയത്താണ് വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങിയത്. കുഞ്ഞുങ്ങളെ സെറ്റിയിലേക്ക് ഒന്നുകൂടി കയറ്റി കിടത്തിയിട്ട് ശ്രുതിക്കുട്ടി ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഒന്ന് ഞെട്ടി. അവളുടെ പകപ്പു നിറഞ്ഞ മുഖത്തെ മിഴിഞ്ഞ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിറയ്ക്കുന്ന ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മ, മോളെ. രേഷ്മയുടെ ചുണ്ടിൽ നിന്നും ഇടറിയ വാക്കുകൾ വെളിയിലേക്ക് വീണു. അമ്മ മോളെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ അമ്മേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അച്ഛ പോയേ പിന്നെ എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
എന്തിനാ എന്റെ അച്ഛനെ ഇട്ടേച്ചും പോയേ? തുറന്നു കിടന്നിരുന്ന വാതിൽപ്പാളിയിൽ പിടിച്ചു നിന്ന് തേങ്ങിയ ശ്രുതിക്കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ രേഷ്മ തല താഴ്ത്തി. പറ്റിപ്പോയി മോളെ. മോൾ അമ്മയോട് ക്ഷമിക്ക്. അമ്മയ്ക്കിന് നീയല്ലാതെ വേറെ ആരുമില്ല. നിന്റെ അച്ഛക്കിപ്പോ എല്ലാരും ഇല്ലേ? മോള് അമ്മയോടൊപ്പം വരണം. നമുക്ക് ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കാം. ശ്രുതിക്കുട്ടി വിലങ്ങനെ തലയാട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറ്റില്ലെന്ന് പറയല്ലേ മോളെ. രേഷ്മ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നിട്ട് അവൾക്ക് നേരെ കൈകൾ നീട്ടി. അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ശ്രുതിക്കുട്ടി ഒരു ചുവട് മുന്നോട്ട് വെച്ചു. എടീ! പുറകിൽ നിന്നുമുള്ള അലർച്ച കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ശ്രുതിക്കുട്ടി കണ്ടത് ഓടിപ്പാഞ്ഞു വരുന്ന അമ്മമ്മയാണ്. തീ പാറുന്ന മുഖത്തോടെ അവൾക്ക് മുന്നിലേക്ക് എത്തിയ അപ്പച്ചി രേഷ്മയുടെ മുഖത്തേക്ക് കൈ വീശി ആഞ്ഞടിച്ചു. എന്ത് ധൈര്യമുണ്ടായിട്ടാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? അടികൊണ്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞ് താഴേക്ക് വീണുപോയ അമ്മയെ കണ്ട് ശ്രുതിക്കുട്ടി ഉറക്കെ കരഞ്ഞു. അമ്മേനെ തല്ലല്ലേ അമ്മ. വീണ്ടും രേഷ്മയ്ക്ക് നേരെ കൈയുയർത്തിയ അപ്പച്ചിയെ വട്ടം കെട്ടിപ്പിടിച്ച് ശ്രുതിക്കുട്ടി കരഞ്ഞു. മോളെ, ഇവൾ ആരാണെന്ന് നിനക്കറിയോ? നിന്റെ അച്ഛൻ നിന്നെ വൃത്തികെട്ട രീതിയിൽ കയറി പിടിച്ചെന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തവള നിന്റെ ഈ അമ്മ. പറഞ്ഞു വന്നപ്പോൾ അപ്പച്ചിയുടെയും വാക്കുകൾ ഇടറിപ്പോയി. അപ്പച്ചി പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ ശ്രുതിക്കുട്ടി തിരിഞ്ഞ് അമ്മയെ നോക്കി. ഒച്ചയും ബഹളവും കേട്ട് കുഞ്ഞുണ്ണിയും കണ്ണനും കരയാൻ തുടങ്ങിയിരുന്നു. ചോദിച്ചു നോക്ക് നിന്റെ അമ്മയോട്. അവൾ അപ്പച്ചിയെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് വീണ്ടും അമ്മയുടെ നേർക്ക് നോക്കി. പുറത്തെ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് അപ്പോഴേക്കും വിപയും ആശ്രയയും മുൻവശത്തേക്കെത്തിയിരുന്നു. മുൻവശത്തെ വാതിലിനടുത്ത് മുട്ടുകുത്തി നിൽക്കുന്ന രേഷ്മയെയും അവൾക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ശ്രുതിക്കുട്ടിയെയും ദേഷ്യവും സങ്കടവും കൊണ്ട് കിതക്കുന്ന അപ്പച്ചിയെയും കണ്ട് പകച്ചുപോയ അവർ കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന് സെറ്റിയിൽ കിടന്നിരുന്ന കുഞ്ഞുങ്ങളെ എടുത്തു. മോളെ. രേഷ്മ കരഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കൈനീട്ടി. തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് ശ്രുതിക്കുട്ടി പിന്നോട്ട് ചുവടുകൾ വെച്ചു. പുറത്തേക്ക് ചിതറിപ്പോയ കരച്ചിൽ വാ പൊത്തി തടഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞോടി വിപയെ വട്ടം കെട്ടിപ്പിടിച്ചു. വിപ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ രേഷ്മ നിരാശയോടെ തല താഴ്ത്തി. ആ സമയം പുറത്ത് നിർത്തിയിട്ടിരുന്ന ഇന്നോവയിൽ നിന്നും 4 പേർ ചാടിയിറങ്ങി വാതിലിന് നേർക്ക് ഓടി വരുന്നത് അപ്പച്ചി കണ്ടു. അവരെ തടയാനായി മുന്നിലേക്ക് കയറി നിന്ന അപ്പച്ചിയെ ആദ്യം വന്നവൻ തള്ളി താഴെയിട്ടു. നിലത്തേക്ക് വീണ അപ്പച്ചിയെ കണ്ട് ആശ്രയയും വിപയും ശ്രുതിക്കുട്ടിയും ഉറക്കെ കരഞ്ഞപ്പോൾ അവൻ ശ്രുതിക്കുട്ടിയുടെ കയ്യിൽ കയറിപ്പിടിച്ച് വിപയിൽ നിന്നും അവളെ വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. ശ്രുതിക്കുട്ടിയുടെ മറ്റേ കൈയിൽ വിടാതെ മുറുക്കെ പിടിച്ചുകൊണ്ട് വിപ ഉറക്കെ കരഞ്ഞു. രേഷ്മ ചാടി എഴുന്നേറ്റ് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. നോ പ്ലീസ്, അവളെ ഉപദ്രവിക്കല്ലേ. പിന്നോട്ടു മാറാൻ ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ടയാൾ അവളെ തള്ളി മാറ്റി. അതോടെ ആശ്രയയും അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവരുടെ തോളത്തിരുന്ന കുഞ്ഞുങ്ങൾ അപ്പോഴും ഉറക്കെ കരയുകയായിരുന്നു. ആ സമയം ബാക്കി 3 പേർ കൂടി അകത്തേക്ക് ഓടിയെത്തിയിരുന്നു. ശ്രുതിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്നാണ് ഒരു ചവിട്ടേറ്റ് പുറകോട്ട് മലർന്നടിച്ചു വീണത്. പേടിച്ചു വിറച്ച് കരഞ്ഞുകൊണ്ടിരുന്നവർ തിരിഞ്ഞു നോക്കി. ഒരു അഭ്യാസിയെ പോലെ ചുവടുകൾ ഉറപ്പിച്ചു നിൽക്കുന്ന കൗസല്യയെ കണ്ട് കരയാൻ തുറന്ന വായ ഒളിച്ചപടി അവർ നിന്നു. അകത്തേക്ക് കയറി വന്നവർ അത്തരമൊരു പ്രത്യാക്രമണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്ന് പകച്ചുപോയ അവർ അടുത്ത നിമിഷം കൗസല്യയുടെ നേരെ പാഞ്ഞു. മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവാനാവാതെ എല്ലാവരും ഭയന്നു നിൽക്കുകയായിരുന്നു. ഓടിച്ചെന്നവരിൽ ഒരുത്തൻ കൗസല്യയെ പിടിക്കാൻ മുന്നോട്ട് ചാടിയെങ്കിലും അവർ നിലത്തേക്ക് ഇരുന്ന് കളഞ്ഞതോടെ ലക്ഷ്യം തെറ്റിയ അവൻ അവരുടെ തലയ്ക്ക് മുകളിൽ കൂടി പുറകോട്ട് വീണുപോയി. മൂന്നാമത് ഓടിയെത്തിയവന്റെ മൂക്കിന്റെ പാലം തകർത്തുകൊണ്ടായിരുന്നു കൗസല്യയുടെ മുഷ്ടി പാഞ്ഞത്. ആ സമയം കൊണ്ട് പുറകിലേക്ക് വീണവൻ ചാടി എഴുന്നേറ്റ് കൗസല്യയെ പുറകിൽ നിന്നും വട്ടം പിടിച്ചു. നാലാമൻ നിവർത്തിപ്പിടിച്ചൊരു കത്തിയുമായി കൗസല്യക്ക് നേരെ ഓടിയെടുത്തു. തന്നെ വട്ടം പിടിച്ചവന്റെ മുഖത്തേക്ക്
തലയുടെ പിൻഭാഗം കൊണ്ട് കൗസല്യ ശക്തമായി പ്രഹരിച്ചു. പിടിവിട്ടുപോയ അവൻ തല കുടയുമ്പോഴേക്കും നാലാമൻ വീശിയ കത്തി താഴേക്ക് ഇരുന്ന് കളഞ്ഞ കൗസല്യയുടെ തലക്ക് മുകളിൽ കൂടി പുറകിൽ നിന്നവന്റെ നെഞ്ചിൽ മുറിവുണ്ടാക്കി കടന്നുപോയി. ആ സമയത്താണ് ഹരിയുടെ ബുള്ളറ്റ് ഗേറ്റിന് മുന്നിലേക്കെത്തിയത്. വീടിന് മുൻവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഇന്നോവയും അകത്തെ ബഹളവും കേട്ട അവൻ ബുള്ളറ്റ് കാർപോർച്ചിലേക്ക് ഓടിച്ചു കയറ്റിയിട്ട് ചാടി ഇറങ്ങി അകത്തേക്ക് കുതിച്ചു. അകത്തേക്ക് ഓടിക്കയറി അവൻ ചുറ്റിനുമൊന്ന് നോക്കി. പേടിച്ചു വിറച്ച് കരയാൻ പോലും ആകാതെ പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കുന്ന വിഭയും ആശ്രയയും ശ്രുതിക്കുട്ടിയും അപ്പച്ചിയും, അവരുടെ തോളത്തിരുന്ന് ഉറക്കെ കരയുന്ന കുഞ്ഞുങ്ങൾ, കരഞ്ഞുകൊണ്ട് താഴെ കുത്തിയിരിക്കുന്ന രേഷ്മ, താഴെ വീണ് കിടക്കുന്ന രണ്ടുപേർ, മറ്റ് രണ്ടുപേരെ അടിച്ചൊതുക്കുന്ന കൗസല്യ. കൗസല്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിലേക്ക് അവനും ഓടിക്കയറി. അതോടെ അവശേഷിച്ച ആ രണ്ടുപേരും നിമിഷ നേരം കൊണ്ട് തറപറ്റി. സുദേവ് വീട്ടിലേക്കെത്തുമ്പോൾ വീടിന്റെ മുന്നിൽ കുറച്ചാളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് പരിഭ്രമത്തോടെയാണ് അവൻ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയത്. അപ്പച്ചിയുടെ വീടിനോട് ചേർന്ന വീട്ടിൽ താമസിക്കുന്ന വേലായുധൻ ചേട്ടനാണ് സുദേവിന്റെ കാറ് കണ്ട് ആദ്യം മുന്നോട്ട് വന്നത്. ആ രണ്ട് വീടുകളല്ലാതെ അതിനടുത്ത് വേറെ വീടുകളൊന്നുമില്ല. ബാക്കി അവിടെ കൂടി നിന്നവരെല്ലാം പൈപ്പ് ലൈൻ റോഡിന് താഴെയുള്ള വഴിയിൽ ഹരിയുടെയും സുദേവിന്റെയും പറമ്പിനോട് ചേർന്നുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ്. എന്താ ചേട്ടാ പ്രശ്നം? വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സുദേവ് ചോദിച്ചു. ആരൊക്കെയോ വീട്ടിൽ കയറി ആക്രമിച്ചതാ മോനെ. അപ്പോഴേക്കും സ്ത്രീകൂട്ടം വന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പോലീസ് ആരെയും അകത്തേക്ക് കയറ്റുന്നില്ല. മോനൊന്ന് ചെന്ന് നോക്ക്. വേലായുധൻ ചേട്ടൻ പറഞ്ഞത് കേട്ട് അവിടെ കൂടി നിന്നിരുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടി അവൻ ഗേറ്റിനടുത്തേക്ക് ചെന്നു. ഗേറ്റിൽ നിന്നിരുന്നത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPO രവി ആയിരുന്നു. അവനെ കണ്ട് അയാൾ പരിചയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു. രവിയോട് കാര്യമന്വേഷിക്കാതെ അവൻ അകത്തേക്ക് ഓടിക്കയറി. മുറ്റത്ത് രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവ കിടപ്പുണ്ട്. കൂടാതെ SP-യുടെ ഒരു ഇന്നോവയും 2 പോലീസ് ജീപ്പുകളും ഒരു കറുത്ത സ്കോർപിയോയും കൂടിയുണ്ട്. വിഭയും ആശ്രയയും ശ്രുതിക്കുട്ടിയും അപ്പച്ചിയുമെല്ലാം മുൻവശത്തെ സെറ്റിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അമ്മമാരുടെ തോളുകളിൽ മയങ്ങിക്കിടക്കുന്നുണ്ട്. സുദേവിനെ കണ്ടതും ശ്രുതിക്കുട്ടി കരഞ്ഞുകൊണ്ട് ഓടിവന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. അത് കേട്ടിട്ടാണ് ഡൈനിങ് ടേബിളിനടുത്ത് നിന്നിരുന്ന ഹരിയും ബാക്കിയുള്ളവരും തിരിഞ്ഞു നോക്കിയത്. സുദേവ് ശ്രുതിക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. നിലത്ത് 4 പേരെ കൈവിലങ്ങ് വെച്ച് ഇരുത്തിയിട്ടുണ്ട്. അതിനടുത്ത് ഭിത്തിയിലേക്ക് ചാരി തല കുനിച്ചിരിക്കുന്ന രേഷ്മ. ഹരിയെ കൂടാതെ കളമശ്ശേരി സ്റ്റേഷനിലെ SHOയും DYSP ഹരിദാസും SP ചന്ദ്രശേഖറുമുണ്ട്. കൂടാതെ പരിചയമില്ലാത്ത 3-4 പോലീസുകാരും. സുദേവിന് അത്ഭുതം തോന്നിയത് അവരോടൊപ്പം നിൽക്കുന്ന കൗസല്യയെ കണ്ടിട്ടാണ്. അന്നേ വരെ ചുരിദാർ മാത്രം ഇട്ട് കണ്ടിരുന്ന അവരപ്പോൾ ഇട്ടിരുന്നത് ഒരു സ്കിൻ ടൈറ്റ് ജീൻസും ബ്ലാക്ക് ടീഷർട്ടുമായിരുന്നു. ഹരി, എന്താടാ ഇത്? ആരാണിവരൊക്കെ? സുദേവിന്റെ ചോദ്യം ഹരിയുടെ നേർക്കായിരുന്നെങ്കിലും അവന്റെ നോട്ടം കൗസല്യയുടെ നേർക്കായിരുന്നു. പറയാൻ ചേട്ടാ. സുദേവിനോട് മറുപടി പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ പോലീസുകാരുടെ നേർക്ക് തിരിഞ്ഞു. അതിലൊരു പോലീസുകാരൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ട്. മറ്റൊരാൾ ഒരു ക്യാമറ കൊണ്ട് ഫോട്ടോസ് എടുക്കുന്നു. അല്പസമയത്തിന് ശേഷം ആ പോലീസുകാരും അവരോടൊപ്പം കൗസല്യയും ആ 4 പേരെയും രേഷ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ശ്രുതിക്കുട്ടി ഒന്നും കാണാനാവാതെ അച്ഛന്റെ കൈകൾക്കുള്ളിൽ കണ്ണുകൾ അടച്ച് ഇരിക്കുകയായിരുന്നു. വിവരം തിരക്കി വന്ന നാട്ടുകാരോടെല്ലാം സുദേവിന്റെ ആദ്യ ഭാര്യ ശ്രുതിക്കുട്ടിയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ വന്നതാണെന്ന കാര്യവും പറഞ്ഞ് മടക്കി അയച്ച ശേഷം എല്ലാവരും വീടിന്റെ സ്വീകരണമുറിയിൽ ഇരിക്കുകയായിരുന്നു. ശ്രുതിക്കുട്ടി അപ്പോഴും കഴിഞ്ഞുപോയ സംഭവത്തിന്റെ ഷോക്കിൽ അച്ഛനെയും വിഭാമ്മയെയും വിടാതെ ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാവരും ഹരി പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനായി അവന്റെ മുഖത്തേക്ക് നോക്കി. ഏടത്തിയുടെയും ആശ്രയുടെയും ഡെലിവറി നടക്കുന്ന സമയത്താണ് ആ നിഷാന്ത് ഷാ ജാമ്യത്തിലിറങ്ങിയത്. അവരോടൊപ്പം രേഷ്മയെയും അവർ ജാമ്യത്തിലിറക്കിയിരുന്നു. ED അങ്ങേയറ്റം കിണഞ്ഞു ശ്രമിച്ചിട്ടും സുപ്രീം കോടതിയിൽ നിന്നും വന്ന പ്രഗത്ഭരായ വക്കീലന്മാരുടെ സഹായത്തോടെയാണ് അവർ ജാമ്യം തേടിയത്. ഇറങ്ങിക്കഴിഞ്ഞ് അബ്സ്കോണ്ടിംഗ് ആയ അവർക്ക് പിറകെയായിരുന്നു EDയും കേരള പോലീസും. നമ്മുടെ ഈ കേരള പോലീസിൽ
മലബാർ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. അത് ഒരു പാരാമിലിറ്ററി യൂണിറ്റാണ്. ഇ ഡിയുടെ സഹായത്തിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് അവരുടെ സേവനം കൂടി ഇ ഡിക്ക് വിട്ടുകൊടുത്തിരുന്നു. എടാ, പക്ഷേ ഈ കൗസല്യ ആരാണ്? ഇവരെല്ലാം എങ്ങനെ ഇവിടെ എത്തി? ചേട്ടാ, അത് കൗസല്യ അല്ല. അവരുടെ പേര് സിൽവിയ ഫെർണാണ്ടസ് എന്ന മലബാർ സ്പെഷ്യൽ പോലീസ് യൂണിറ്റിലെ ഒരു ഓഫീസറാണ് അവർ. എല്ലാവരും ആശ്ചര്യത്തോടെ അപ്പച്ചിയെയാണ് നോക്കിയത്. അപ്പോ അപ്പച്ചിയല്ലേ പറഞ്ഞത് അവർ അടുത്തുള്ള ഏതോ വീട്ടിലെ കൗസല്യാണെന്ന്? എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞ സംശയം സുദേവിന്റെ നാവിൽ നിന്നും പുറത്തു വന്നു. എടാ മക്കളെ, 10-27 കൊല്ലം ഒരു പോലീസുകാരന്റെ ഭാര്യയായി ജീവിച്ചവളാ നിങ്ങളുടെ ഈ അപ്പച്ചി. പിന്നെ ദേ ഈ ഒനഷ്ടിന്റെ അമ്മയും. ശ്രീഹരിയെ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് അപ്പച്ചി തുടർന്നു. ഇവനാ ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നത്. അവൻ പറഞ്ഞു തന്നത് പ്രകാരം ഞാൻ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തില് അപ്പച്ചി പണ്ടേ പൊളിയാണെന്ന് നിനക്കൊക്കെ അറിയാലോ. അതോടെ എല്ലാവരുടെയും നോട്ടം ഹരിക്ക് നേരെയായി. അതിൽ ആശ്രയയുടെ നോട്ടം അല്പം കൂടി കൂർത്തിരുന്നു. അവൻ എല്ലാവരെയും നോക്കി നന്നായിട്ടൊന്നിളിച്ചു. എടാ, അങ്ങനെ ഒരു പേരിൽ അവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു? സുദേവ് വീണ്ടും ചോദിച്ചു. ചേട്ടാ, ജിതിന്റെ കാര്യം ചേട്ടൻ അറിയാലോ. ഈ നിഷാന്ത് ഷാ എന്ന് പറഞ്ഞവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്നും പിന്മാറുന്നവനല്ല. ജിതിൻ മാറ്റിയ സ്വർണം എവിടെയാണെന്ന് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതെവിടെയാണെന്ന് ഈ രേഷ്മയ്ക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ ശ്രുതിക്കുട്ടി അന്വേഷിച്ചു വരുമെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ വേഷം മാറ്റി ഇവിടെ നിർത്തിയിരുന്നത്. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ 6 മാസമായി ശ്രുതിക്കുട്ടി പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിലെ ഡ്രൈവർ, പിന്നെ സ്കൂളിലെ സെക്യൂരിറ്റി, ഇതെല്ലാം ആ സ്പെഷ്യൽ യൂണിറ്റിലെ ആൾക്കാരായിരുന്നു. അത് കേട്ട വിഭ ഒന്നുകൂടി ശ്രുതിക്കുട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ വിഭാമയുടെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ രേഷ്മയും അവരോടൊപ്പം വന്നത്? അതറിയില്ല ചേട്ടാ. ചിലപ്പോ വാവയെ കൂടെ കൂട്ടാൻ സഹായിക്കാമെന്നവർ പറഞ്ഞു കാണും. അവരിനി തിരികെ വരുവോടാ ശ്രീകുട്ട? ഏയ്, അതോർത്താരും പേടിക്കണ്ട. ഇനി അവന്മാരാരും പുറം ലോകം കാണില്ല. അല്ലടാ, ആ നിഷാന്ത് ഷാ എന്ന് പറയുന്നവൻ എപ്പോഴും പുറത്തല്ലേ? സുദേവിന്റെ മുഖത്ത് ആ ഒരു ചിന്തയുടെ വേവലാതി നിറഞ്ഞിരുന്നു. എന്റെ ചേട്ടാ, ആ കൂട്ടത്തിൽ ബ്രൗൺ ടീഷർട്ട് ഇട്ടിരുന്നവനാ ഈ നിഷാന്ത് ഷാ. അത് കേട്ട് എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി ഭയത്തോടെ പരസ്പരം നോക്കി. ഇനി വേണമെങ്കിൽ നിങ്ങളൊക്കെ ധൈര്യമായിട്ടൊന്ന് ഞെട്ടിക്കോ, ആളിനി തിരികെ വരത്തില്ല. അയാളാണോ നിഷാന്ത് ഷാ? സംശയം വിട്ടുമാറാത്ത മുഖത്തോടെ സുദേവ് വീണ്ടും ചോദിച്ചു. അതെ, താടിയും മീശയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാത്തതാ. മതി മതി, ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി എല്ലാവരും പോയി ചായ കുടിക്കാൻ നോക്കിയേ. ശ്രുതിക്കുട്ടിയുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ ശ്രദ്ധിച്ച അപ്പച്ചി ശബ്ദമുയർത്തിയതോടെ എല്ലാവരും എഴുന്നേറ്റു. ശ്രുതിക്കുട്ടിയെയും കൊണ്ട് വിഭയും ആശ്രയും മുറിക്കകത്തേക്ക് പോയപ്പോൾ അപ്പച്ചി അടുക്കളയിലേക്ക് കയറി. അപ്പോഴും ആലോചനയിലിരിക്കുകയായിരുന്ന സുദേവിനോട് ഹരി ചോദിച്ചു. ചേട്ടൻ എന്താ ഇപ്പോഴും ആലോചിക്കുന്നേ? അല്ലടാ, ഇനിയും അവന്മാര് വന്നാലേ? സുദേവിന്റെ ചോദ്യം കേട്ട് ശ്രീഹരി ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു. അവന്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ശ്രീഹരി പറഞ്ഞു. അവൻ ഇനി വരില്ല ചേട്ടാ. നിഷാന്ത് ഷായും അവന്റെ ഗ്യാങ്ങിലെ പ്രധാനികളായ 3 പേരുമായിരുന്നു അത്. തലയ്ക്ക് 50-20 ലക്ഷം വെച്ച് കേന്ദ്ര ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്നവന്മാർ. ഈ എൻകൗണ്ടർ എന്ന് പറയുന്നതേ നോർത്ത് ഇന്ത്യയിലെ പോലീസുകാർക്ക് മാത്രം അറിയാവുന്ന കാര്യമൊന്നുമല്ല. അതും പറഞ്ഞ് ഒന്ന് കണ്ണിറുക്കിയിട്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്ന ശ്രീഹരി പോയ വഴിയെ നോക്കി സുദേവ് അവിടെ തന്നെ ഇരുന്നു. തുടരും. പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ ഇഷ്ടമാകുന്നവർ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ നിൽക്കണേ.